മാതാ അമൃതാനന്ദമയി ദേവി ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ഹാളിൽ ഭാരതത്തിന്റെ ആധ്യാത്മിക ശബ്ദമായി മലയാളത്തിൽ നടത്തിയ പ്രസംഗത്തിന് 25 വർഷം. 2000 ഓഗസ്റ്റ് 29-നാണ് കാരുണ്യത്തിന്റെയും സേവനത്തിന്റെയും വിശ്വശാന്തിയുടെയും ശബ്ദം ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലി ഹാളിൽ മുഴങ്ങിയത്. അമ്മയല്ലാതെ ഐക്യരാഷ്ട്രസഭയിൽ അന്നും ഇന്നും ആരും മലയാളത്തിൽ സംസാരിച്ചിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയിൽ നടന്ന സഹസ്രാബ്ദ ലോക സമാധാന ആത്മീയ ഉച്ചകോടിയിലാണ് അമ്മ മലയാളത്തിൽ സംസാരിച്ചത്. മതങ്ങൾ തമ്മിലുള്ള സൗഹാർദ്ദത്തിന്റെയും ജനങ്ങൾ തമ്മിലുള്ള സഹവർത്തിത്വത്തിന്റെയും ശാന്തിമന്ത്രമാണ് അന്ന് ലോകജനത ശ്രദ്ധാപൂർവം ശ്രവിച്ചത്. ബാഹ്യപരിസ്ഥിതി സംരക്ഷിക്കാൻ നമ്മൾ ബോധവാന്മാരാണ്. ദുഷ്ചിന്തയും ദുഷ്പ്രവൃത്തി എത്ര കണ്ട് മനുഷ്യനെയും അന്തരീക്ഷത്തെയും മലിനീകരിക്കും നമ്മൾ മറക്കുന്നു. ഈ വിഷയം മറ്റേത് വിഷയത്തെക്കാളും മാറമാണ് നമ്മൾ ഓരോരുത്തരും ഓർക്കണം. മനുഷ്യന്റെ പ്രാഥമിക ആവശ്യം നിറവേറ്റപ്പെടുന്ന കാലം ഉത്കൃഷ്ടമായ സംസ്കാരത്തെ കൊള്ളുവാൻ സാധ്യമല്ല. സാധാരണ ഏതെങ്കിലും പട്ടിണി കൊണ്ടോ ദാരിദ്ര്യം കൊണ്ടോ ഏതെങ്കിലും രാജ്യത്തിലെ ജനലക്ഷങ്ങൾ മരിക്കാനിടയായാൽ ലോകരാഷ്ട്രത്തിന് ഒരു അപമാനമാണ്. അതുകൊണ്ട് ധനികനും ദരിദ്രനും തമ്മിലുള്ള അന്തരംഗം കുറയ്ക്കുകയാണ് മറ്റൊരു സുപ്രധാന കാര്യം. 3 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള അഭിസംബോധനയിലൂടെ ഭാരതീയ സംസ്കാരത്തിന്റെ മഹിമ ലോകത്തെ അറിയിച്ച സ്വാമി വിവേകാനന്ദനെ പോലെ ലോകത്തിലെ പ്രസിദ്ധരായ വാഗ്മികളെല്ലാം അണിനിരന്ന വേദിയിൽ അമ്മ സംസാരിച്ചപ്പോൾ അമ്മയുടെ ജീവിതത്തിന്റെ സന്ദേശമാണ് അവിടെ മുഴങ്ങിക്കേട്ടത്. ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ ആവശ്യകതയും പ്രകൃതിയുടെ പരിരക്ഷയും മതങ്ങളുടെ സമത്വവും വിഷയമാക്കി അമ്മ നടത്തിയ പ്രഭാഷണത്തിന്റെ കാതൽ പ്രമേയമായി സമ്മേളനം അംഗീകരിക്കുകയും ചെയ്തു. അസതോമ സദ്ഗമയ എന്ന മന്ത്രത്തിൽ തുടങ്ങി ലോകത്തിനു മുഴുവൻ സുഖം പകരട്ടെ എന്നർത്ഥം വരുന്ന ലോകാസമസ്ത സുഖിനോ ഭവന്തു എന്ന പ്രാർത്ഥനയോടെയാണ് അമ്മ തന്റെ പ്രഭാഷണം അവസാനിപ്പിച്ചത്. ഭാരതീയ സംസ്കാരത്തിന്റെ സനാതന സ്വരമാണ് 4 നൂറ്റാണ്ട് മുൻപ് ലോകത്തിനു മുന്നിൽ മുഴങ്ങിയത്. ആ ശുഭദിനത്തിന്റെ രജത ജൂബിലി ആഘോഷിക്കുമ്പോൾ അമ്മയല്ലാതെ മറ്റാരും ഇന്നുവരെ ഐക്യരാഷ്ട്രസഭയിൽ മലയാളത്തിൽ സംസാരിച്ചിട്ടില്ലെന്നോർത്ത് ലോകത്തെ എല്ലാ മലയാളികൾക്കും അഭിമാനിക്കാം. ന്യൂസ് ഡെസ്ക് ജനം.